ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 14 മാസത്തെ ടൈം ടേബിൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? UPSC CSE അതായത് UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ 2026 സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു 14 മാസത്തെ ടൈം ടേബിൾ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഫേസ് 1 എന്ന് പറയുന്നത് നമ്മളൊരു 3 ഫേസ് ആയിട്ടാണ് ഈ ഒരു 14 മാസത്തെ തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഫേസ് 1 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ്. അതായത് 1 തൊട്ട് 4 മാസം വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ എക്സാമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, NCERTs പഠിക്കണം, കറണ്ട് അഫയേഴ്സ് നോക്കണം, CSATന്റെ പ്രിപ്പറേഷൻ, സ്റ്റാൻഡേർഡ് ബുക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ 1 തൊട്ട് 4 മാസം വരെ ചെയ്യുന്നത്. അതിൽ 1, 2 ഈ 2 മാസം എന്താ ചെയ്യുന്നത്? നമ്മൾ എക്സാമിനെ നല്ല രീതിക്ക് മനസ്സിലാക്കണം. എന്ത് ചെയ്യണം? എക്സാമിന്റെ പാറ്റേൺ, സിലബസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സാം നടത്തുന്നത്, അതായത് പ്രിലിംസ് എന്താണ്, മെയിൻസ് എന്താണ്, ഇന്റർവ്യൂവിൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? സ്റ്റാർട്ട് വിത്ത് NCERTs, അതായത് ക്ലാസ് 6 തൊട്ട് 12 വരെയുള്ള NCERTs പഠിക്കാന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നല്ല. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമ്മൾ വീക്ക് ആണെങ്കിൽ ആ ഒരു സബ്ജക്ട് പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക? NCERTന്ന് തുടങ്ങുക. അല്ല, എനിക്ക് എല്ലാ ഒരു സബ്ജക്റ്റിലും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ഒരു സബ്ജക്റ്റ് എന്ത് പഠിക്കണ്ട? NCERT പഠിക്കണ്ട. അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പാടാണെന്ന് തോന്നിയാൽ മാത്രം എന്ത് ചെയ്യുക? അവിടെയാണ് ഈ NCERT പഠിക്കേണ്ടതിന് ആവശ്യമുള്ളൂ. പിന്നെയുള്ള ഒരു കാര്യമാണ്, നമ്മൾ എന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ 14 മാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് തൊട്ട് എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുക. അതായത് ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിക്കുക. ഒന്നേ ദ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്, ഇത് ഏറ്റവും നല്ല ന്യൂസ് പേപ്പേഴ്സ് ആണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? മന്ത്ലി മാഗസീൻസ്, യോജന, കുരുക്ഷേത്ര പോലെയുള്ള മന്ത്ലി മാഗസീൻസ് പഠിക്കുക. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഒരിക്കലും വിട്ടുപോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രിലിംസിലാണെങ്കിലും ഒത്തിരി കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വരും. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് ഡെയിലി ചെയ്യുക. നമ്മൾ പഠിക്കുക, വായിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ. പിന്നെ CSAT പ്രിപ്പറേഷൻ. CSAT വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളിലെ CSAT എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ, എഴുതിയെടുക്കാൻ. സോ എന്ത് ചെയ്യുക? CSAT ഡെയിലി പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഫേസിൽ തന്നെ എന്ത് ചെയ്യുക? CSATന്റെ പ്രിപ്പറേഷനും കൂടെ നമ്മൾ തുടങ്ങുക. പിന്നെ ഈ 3-4 മാസത്തിൽ എന്ത് ചെയ്യുക? നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സും പഠിക്കാൻ തുടങ്ങുക. കറണ്ട് അഫയേഴ്സും CSATും എന്ത് ചെയ്യുക? പഠിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ 1 തൊട്ട് 4 മാസം വരെ എന്താ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. 1-2 മാസം എന്ത് ചെയ്യണം? എക്സാം പാറ്റേണും എക്സാം സിലബസും എക്സാമിനെ കുറിച്ച് നല്ല രീതിക്ക് മനസ്സിലാക്കണം. രണ്ടാമത്തെ ആ ഒരു മാസം തന്നെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് നമ്മൾ കുറച്ച് വീക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സബ്ജക്റ്റിന്റെ NCERT പഠിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ CSATന്റെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ബുക്സും റെഫർ ചെയ്യാനായിട്ട് തുടങ്ങണം. പിന്നെയുള്ളതാണ് ഫേസ് 2 എന്ന് പറയുന്നത്. ഇതാണ് ഇന്റൻസീവ് പ്രിപ്പറേഷൻ. ആ ഒരു ഫേസ് ആണിത്. അതായത് 5ാമത്തെ മന്ത് തൊട്ട് 10ാമത്തെ മന്ത് വരെ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം? നമ്മള് കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് ബുക്സ് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ബുക്സും പഠിച്ചു കഴിഞ്ഞിരിക്കണം. സ്റ്റാൻഡേർഡ് ബുക്സ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ കറണ്ട് അഫയേഴ്സ് ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. കാരണം കറണ്ട് അഫയേഴ്സ് ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് നടത്തുക. CSATന്റെ പ്രിപ്പറേഷനും കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ഇതിൽ നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടത് എന്താണ്? പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? സ്റ്റാൻഡേർഡ് ബുക്സ് കംപ്ലീറ്റ് ചെയ്യണം. 5-6 മാസത്തിൽ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ബുക്സ് കംപ്ലീറ്റ് ചെയ്യണം. കറണ്ട് അഫയേഴ്സിന്റെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യണം. പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് ചെയ്യണം. അതുപോലെ CSATന്റെ പ്രിപ്പറേഷനും കണ്ടിന്യൂ ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, CSATന്റെ പ്രിപ്പറേഷനും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നല്ലത്. പിന്നെയുള്ള മന്താണ് മന്ത് 7 to 8. ഈ ഒരു 7ാമത്തെ മാസം 8ാമത്തെ മാസമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻസിന്റെ പ്രിപ്പറേഷനും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ പഠിക്കുന്ന GS1 to GS4 ആണ്. GS4 ഇല്ല എന്തില്? പ്രിലിംസിലില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യുക? ഈ ഒരു ടൈമിൽ പഠിക്കുന്ന ടൈമിൽ എന്തും കൂടെ GS4ഉം കൂടെ പഠിച്ചിട്ട് പോവുക. അപ്പൊ എന്താണ്? മെയിൻസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ 7ാമത്തെ 8ാമത്തെ മാസം നമ്മൾ ചെയ്യേണ്ടതാണ് മെയിൻസിന്റെ പ്രിപ്പറേഷൻ. അതിൽ എന്ത് ചെയ്യണം? ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. അതായത് GS1 to GS4 അതുവരെയുള്ള ആ ഒരു സബ്ജക്ട്സിന് എന്ത് ചെയ്യണം? ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസ് നടത്തണം. പിന്നെ എന്താണ്? എസ്സേ റൈറ്റിംഗിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ എന്താണ്? എത്തിക്സ് പേപ്പറും കൂടെ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. പിന്നെ ഉള്ള ഒരു കാര്യമാണ് ഓപ്ഷണൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്ഷണലിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 50% ഓഫ് എന്താണ്? ഓപ്ഷണലിന്റെ സിലബസ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം.
നമുക്ക് പേപ്പർ 1 അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, പേപ്പർ 1 എങ്കിലും ഓപ്ഷണൽ പേപ്പർ 1 എങ്കിലും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് വായിക്കുന്നത് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നോട്ട് മേക്കിംഗ്, കറണ്ട് അഫയേഴ്സിന്റെ നോട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ട് എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഉള്ളൊരു കാര്യമാണ് റിവിഷൻ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ബുക്സും NCERTസും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അന്ന് തന്നെ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വീക്ക്ലി റിവിഷനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുക, അതുപോലെ റിവൈസ് ചെയ്യുക. ഇപ്പൊ 7-8 മാസങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. പിന്നെയുള്ളതാണ് 9-10 മാസങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് സീരീസ്, അതായത് മെയിൻസിന്റെ ആയിക്കോട്ടെ പ്രിലിംസിന്റെ ആയിക്കോട്ടെ ടെസ്റ്റ് സീരീസ് നല്ല രീതിക്ക് ചെയ്യണം. പിന്നെ എന്താണ്, ആൻസർ റൈറ്റിംഗ്സ് ഒക്കെ എന്തായിട്ട് റെഗുലർ ആയിട്ട് ചെയ്യണം. പിന്നെ ഓപ്ഷണൽ സബ്ജക്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം, അതും റിവൈസ് ചെയ്യണം, അതിന്റെ ആൻസർ റൈറ്റിംഗ് നടത്തണം. പിന്നെയാണ് കറണ്ട് അഫയേഴ്സ്, അതായത് ഒരു 12 മന്ത്സ് അല്ലെങ്കിൽ ഒരു 1.5 വർഷം, ഏറ്റവും വേണ്ട ഒരു 1.5 വർഷം, അതായത് ഒരു മെയ് 15-ാം തീയതി വരെയുള്ള മെയിലാണ് മാക്സിമം പ്രിലിംസിന്റെ എക്സാംസ് എല്ലാ വർഷവും മെയിലാണ് വരാറ്. അപ്പൊ എന്ത് ചെയ്യുക, ഒരു മെയ് 15 വരെയുള്ള എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഒരു 1.5 വർഷത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കുക, അതിന്റെ നോട്ട്സും കയ്യിലുണ്ടായിരിക്കുക. അപ്പം കറണ്ട് അഫയേഴ്സിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ എന്താണ്, എല്ലാ സബ്ജക്ട്സും റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തണം, പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിച്ചു, ഒന്നാമത്തെ ഫേസ് പഠിച്ചു ഫൗണ്ടേഷൻ ബിൽഡിംഗ്. രണ്ടാമത്തെ ഫേസ് എന്താണ്, ഇന്റൻസീവ് പ്രിപ്പറേഷൻ ആണ്. ഇനിയാണ് മൂന്നാമത്തെ ഫേസ്, അത് ഫൈനൽ റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ്. ഈ ഒരു ടൈമിൽ എന്താ, അതായത് 11-ാമത്തെ മാസം തൊട്ട് 14-ാമത്തെ മാസം വരെ നമുക്ക് 4 മാസം ഉണ്ട്. ആ ടൈമിൽ എന്ത് ചെയ്യണം, റിവിഷനും മോക്ക് ടെസ്റ്റും മാത്രം ചെയ്താൽ മതി, പ്രിലിംസിന് ഫോക്കസ് ചെയ്തിട്ട്. മെയിൻസിനുള്ള കാര്യം നമുക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ട് ചെയ്യാം. പക്ഷെ പ്രിലിംസിനെ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിൽ റിവിഷനും മോക്ക് ടെസ്റ്റുകളും മാത്രം ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. 3 ഫേസസിലായിട്ടാണ് ഞാൻ എന്താ ഒരു 14 മാസത്തെ ടൈം ടേബിൾ ആണ് പറഞ്ഞത്. ഫെബ്രുവരിയിൽ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് തുടങ്ങുക. പിന്നെ കുറച്ച് ടിപ്സ് ആണ്. എന്താണ്, ഒരു 8 അല്ലെങ്കിൽ 10 അവർ ഡെയിലി പഠിക്കുക. 8 മണിക്കൂർ 10 മണിക്കൂർ പഠിക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 hours എങ്കിലും എന്ത് ചെയ്യുക, ഡെയിലി പഠിക്കുക. പിന്നെ ഓരോ സബ്ജക്റ്റും നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ടൈം ഓരോ സബ്ജക്റ്റിനും അലോക്കേറ്റ് ചെയ്യുക. പിന്നെ റെഗുലർ ആയിട്ട് റിവിഷൻ നടത്തുക. ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് 14 മാസം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടായിരിക്കണം, ഡയറ്റ് ആൻഡ് എക്സസൈസ്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹെൽത്ത് ശ്രദ്ധിക്കുക. പിന്നെ ഒന്നാണ് മോട്ടിവേഷൻ. നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം പഠിച്ചു പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് പഠിച്ചു, അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം. എന്നെ കൊണ്ട് എക്സാം എഴുതാൻ പറ്റുമെന്ന് ആദ്യം തന്നെ അങ്ങ് വിചാരിക്കുക. അല്ലെങ്കിൽ ഈ എക്സാം എഴുതാൻ പറ്റുന്നല്ല, ഈ എക്സാം പാസ്സാവാൻ പറ്റും, ഓക്കെ, എനിക്ക് ഇന്നൊരു റാങ്ക് മേടിക്കാൻ പറ്റും, ആദ്യമേ എന്ത് ചെയ്യുക, മനസ്സിലങ്ങ് വിചാരിക്കുക. എന്നിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മോട്ടിവേറ്റഡ് ആയിരിക്കണം. ആരെന്ത് പറഞ്ഞാലും കാര്യക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ പറയാനുള്ള കാര്യമാണ്, നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അധികം ബുക്സ് ഒക്കെ വാങ്ങിയിട്ട് ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുത്തേക്കാം. കൂടുതൽ എല്ലാവരും എന്ത് ചെയ്യുക, വാട്സ്ആപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.